അനുഗ്രഹിക്കപ്പെട്ടു. പുസ്തകം 44 അധ്യായം അവസാന വാക്യം 45 പ്രാരംഭമായ വാക്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ വായിക്കും. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകുക, നിന്റെ നദികളെ ഞാൻ വഞ്ചിച്ചു കളയും എന്ന് കൽപ്പിക്കും. കോരശന്റെ അവന്റെ ലിഖിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കും. 45 മുതൽ യഹോവ തന്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് പുറമിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈപിടിച്ചിരിക്കും. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഞാൻ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബിൻ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കും. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമൻ പേർ ചൊല്ലി വിളിച്ചിരിക്കും. അടുത്ത അവന്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, നീ അറിയാതിരിക്കെ ദൈവം ഓമനെ പേർ ചൊല്ലിയെ വിളിക്കാൻ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമല്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതായിട്ടുള്ള ആ ദൂതുകൾ ഇതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം. ദൈവം നിശ്ചയമായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് പറയുന്നത് കേട്ടോ, ഞാൻ നിന്നെ എങ്ങനെ വിളിച്ചിരിക്കുന്നു? ഒന്നോടൊക്കെ പറഞ്ഞാട്ടെ, എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? പേര് ചൊല്ലിയോ? പേര് ചൊല്ലിയല്ല, പേരിന് ഓരോരുത്തർക്കുണ്ട്. ഓമന പേര്, ഓമന പേര് ചൊല്ലിയെന്ന് പറഞ്ഞെന്തോ, നമുക്കെല്ലാം ഒരു പേരുണ്ട്. ഓമന പേരുണ്ട് അല്ലെ? ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്. ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന ഒരു ഓമന പേര്. അതിപ്പം സഭയിലൊന്നുമല്ല അവർ വിളിക്കുന്നത്, അതിന് അവർക്ക് പ്രത്യേക പേരുണ്ട്. അതുപോലെ അപ്പനും അമ്മയൊക്കെ വിളിക്കുന്ന പേരുണ്ട്. ആ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചു പോകും. ഒരിക്കലും ഒരു അമ്മ കുഞ്ഞിനെ എടുത്തോണ്ടെങ്കിൽ എന്റെ ചക്കിരി പൊക്കിരിയേ, അതെന്താ പേര്? നിങ്ങൾക്ക് തിരി വരുന്നില്ലേ? പക്ഷെ അമ്മയ്ക്കും ഇഷ്ടമാ, കുഞ്ഞിനും ഇഷ്ടമാ, അതൊരു ഓമന പേര്. തെരുവേലേ, എന്റെ സ്വന്തം മാതാപിതാക്കൾ പോലും നിന്നെ വേദനിപ്പിക്കുന്ന പേര് വിളിച്ചിട്ടുണ്ടാവാം. നിന്റെ സുഹൃത്തുക്കൾ നിന്നെ കളിയാക്കി വിളിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിനക്ക് വേണ്ടി ജീവനെ നൽകിയ നിന്റെ പ്രാണപ്രിയൻ നിന്നെ ഓമനപ്പേർയാണ് വിളിക്കുന്നത്. സ്വപ്നം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോട്ടെ. നീ സ്നേഹിക്കുന്നതിന്റെ ഭർത്താവ്, നീ സ്നേഹിക്കുന്നതിന്റെ ഭാര്യ, നീ സ്നേഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവര് നിന്നെ വിളിച്ചതിൽ നിനക്ക് വേദനയുണ്ട്. പക്ഷെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്, നിനക്ക് വേണ്ടി മുൾമുടി ചൂടിയ കർത്താവ്, നിനക്ക് വേണ്ടി കുരിശെടുത്ത കർത്താവ് ഓമനപ്പേർയാണ് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് കർത്താവ് വിളിച്ചത്? ഓമനപ്പേർ ചൊല്ലിയാണ്. അതുകൊണ്ട് അവരൊരു വിളിക്കുന്ന കേൾക്കുന്നു, നീ നിരാശപ്പെടരുത്. നിന്നെ വിളിക്കുന്ന കർത്താവ് ചെറിയവനല്ല. നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ച ആളെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്. ഈ ചെറിയ കുവൈറ്റിനെ മാത്രമല്ല, ഈ ഗൾഫിലെ ചെറിയ എണ്ണപ്പാടത്തെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നെങ്കിൽ നീ എന്തിന് നിരാശപ്പെടണം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തൊക്കെ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്? ഞാൻ നിനക്ക് മുൻപായി പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും. ചില ദുർഘടങ്ങള് നമ്മുടെ ബുദ്ധി കൊണ്ട് നിരക്കുകയില്ല.
നമ്മളെ കൊണ്ട് കഴിയാത്ത അനേക ദുർഘടങ്ങൾ ജോലി മേഖലയിലും കമ്പനിയിലും വീട്ടിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളങ്ങോട്ട് പരിഹരിക്കാൻ പോയാൽ അത് കുളമേ. അപ്പൊ ചില പ്രത്യേകമായിട്ടുള്ള ദുർഘടങ്ങളില് നമുക്ക് ചെല്ലാനൊക്കെയല്ല, നമ്മുടെ ബുദ്ധിക്ക് ചെല്ലാനൊക്കെയല്ല, നമ്മുടെ കഴിവിന് ചെല്ലാനൊക്കെയല്ല. ഞാൻ കർത്താവിനെ നിന്ന് വിട്ടേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങൾക്ക് നേരെ കർത്താവ് തന്റെ കാലുകൾ വെക്കുവാൻ പോവുകയാണ്. എത്ര പേരെ വിശ്വസിക്കുന്നുള്ള ആ വെള്ളോട്ടിന സദൃശ്യമായ കാല് നിന്റെ മുൻപിലുള്ള ആ പാമ്പിനെയും നിന്റെ മുൻപിലുള്ള ആ തേളിനെയും നിന്റെ മുൻപിലുള്ള ആ പെരുമാമ്പിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് നസറേനായ യേശു ആ ദുർഘടങ്ങളെ ചവിട്ടി മെതിക്കുമ്പോൾ നിനക്കതിന് പുറകെ പോകുവാനായിട്ട് സ്വന്തം ചെയ്താട്ടെ. നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ, നീ നിന്റെ കഴിവ് ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ, ദുർഘടങ്ങളെ പകച്ചു നിൽക്കാതിരിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ദുർഘടങ്ങളെ മാറ്റും. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ മുൻപിൽ വന്നു. ഇനി മുൻപോട്ട് അവർക്ക് പോകുവാനായി വഴിയില്ല. എന്തൊരു വലിയ ദുർഘടമില്ലേ? ശത്രു പുറകെ വരുന്നു, വഴി തീർന്നു പോവുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദുർഘടമുണ്ടോ? വഴി മുള്ളുണ്ടായിരിക്കാം, കല്ലുണ്ടായിരിക്കാം, വെള്ളം ഉണ്ടായിരിക്കാം, എന്നാലും നമ്മൾ പോകും. പക്ഷെ വഴി അങ്ങ് തീർന്നു പോകുന്ന ദുർഘടം എന്ന് പറഞ്ഞാൽ എത്രയോ അത്ഭുതകരമാണ്, ഇല്ലേ? ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, പുറകിൽ വരുന്നു. അതിനിടയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് മടങ്ങി പോകാൻ വേറെ ശവപ്പെട്ടില്ലാഞ്ഞിട്ടാണോ ഇയാളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്ന പ്രശ്നമുണ്ടാക്കും. എല്ലാം പ്രശ്നമാണ്. അതിന്റെ വലിയ കാറ്റടിക്കുന്നു. പക്ഷേ ആ ദുർഘടങ്ങൾ കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടായി പിളർന്നു മാറി. എനിക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദുർഘടങ്ങളെ നടപ്പാക്കുമെന്ന് മാത്രമല്ല, കർത്താവ് എന്നൊക്കെ പറഞ്ഞു. കർത്താവ് എന്നാ പറഞ്ഞു? ഞാൻ നിനക്ക് വേണ്ടി ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കാം. ഇരുമ്പോടാമ്പലുകൾ എന്നൊക്കെ ഖണ്ഡിക്കാന്ന് പറഞ്ഞാൽ ശത്രു എത്ര വലിയ ഇരുമ്പ് വെച്ച് ഓടാമ്പല് വെച്ചാലും കർത്താവ് ചെന്നാൽ അത് മുറിയപ്പെടും. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കൈയും കാല് ആമത്തിലിടുകയും കൈ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അർദ്ധരാത്രിയിൽ ആ ചങ്ങല അഴിഞ്ഞുപോയി. ഏതിരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുവാൻ, അതിനെ കുറിച്ചു കളയുവാൻ കഴിവുള്ളവനാണ്. നീ ഉയരരുത്, നിനക്ക് നന്മയുണ്ടാകരുത്, നിനക്ക് ഉയർച്ച ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാത്താൻ ഏതെല്ലാം ഓടാമ്പലുകൾ ഇട്ടാലും സ്വന്തം ചെയ്താട്ടെ, സ്വന്തം ചെയ്താട്ടെ. ദൂരെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. നിനക്ക് നന്മയുണ്ടാകരുത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകരുത്, നിന്റെ ജോലിയിൽ ഒരു പുരോഗമനം ഉണ്ടാകരുത്, നീ ഉയരരുത് എന്നാഗ്രഹിച്ച് സാത്താൻ ഏതെല്ലാം ഓടാമ്പലുകൾ ഇട്ടാലും അതിനെ മുറിച്ചു കളയുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാവർക്കും ആരാധിക്കാം. നിന്റെ മുൻപിലുള്ള ജോലിക്കാരെ, നിന്റെ ഉയർന്ന ജോലിക്കാരെ, നിന്റെ ബോസിനെ കുറിച്ച് വിടുക, നല്ല വൈരാഗ്യങ്ങൾ വിടുക. നിനക്ക് വേണ്ടി ആത്മാവുണ്ടാക്കുന്ന എല്ലാ ബാധകളെയും എല്ലാ ഓടാമ്പലുകളെയും ഒഴിച്ചു കളയുവാൻ കഴിവുള്ള ഒരു ദൈവമുള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെട്ട് നിൽക്കണം? പറഞ്ഞു, ഞാൻ താമ്രക്കഥകളെ തുറക്കാം. താമ്രക്കഥകൾ കണ്ടിട്ടുണ്ടോ? താമ്രക്കഥകൾക്ക് പഴയ രാജകൊട്ടാരങ്ങൾ. ഞാൻ രാജസ്ഥാനില് ഒരു മീറ്റിംഗിന് ചെന്നപ്പോൾ അവിടുത്തെ രാജകൊട്ടാരം കാണിച്ചു. എല്ലാം വലിയ താമ്രക്കഥകളാണ്. താമ്രക്കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ രീതിയിലുള്ള വലിയ കഥകളാണ് താമ്രക്കഥകൾ. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള മിസൈലുകളോ തോക്കുകളോ ഒന്നുമില്ലല്ലോ. സുരക്ഷിതത്തിന് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൾക്കാരങ്ങോട്ട് വന്ന് തള്ളികാരം തുറക്കാത്ത വലിയ താമ്രക്കഥകള്. ഇവിടെ പോലീസിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാം? താമ്രക്കഥകൾ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ കയ്യിൽ ലഭിക്കാതെ വണ്ണം ശത്രു ഇരുമ്പ് കഥ ഉണ്ടാക്കിയാലും താമ്രക്കഥ ഉണ്ടാക്കിയാലും കർത്താവ് തുറക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ പിടിച്ച് ജയിലിലകത്തിട്ടൂല്ലേ? നമ്മളത് വായിച്ചല്ലോ. ഇതൊക്കെ നമുക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യാക്കോബിനെ കൊന്നത്
ജനത്തിന് ഇഷ്ടമായതുകൊണ്ട് പത്രോസിനെ കൂടെ കൊല്ലാനായിട്ട് പിടിച്ചിട്ടു. അകത്താണ് കൊണ്ടിട്ടത്. ചങ്ങലയിലെല്ലായിട്ട് അകത്ത് കാവൽക്കാരൻ, പിന്നെ പുറത്ത് ഗേറ്റ്, 1-ാം ഗേറ്റ്, 2-ാം ഗേറ്റ്, പിന്നെ വലിയ ഗേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അർദ്ധരാത്രിയുടെ യാമത്തില് പത്രോസിനെ തുടങ്ങുക. ഒരു ഗേറ്റാണോ, ഒരു താമരക്കഥയാണോ, 2-എണ്ണമാണോ, 3-എണ്ണമാണോ? അതിനകത്ത് നിന്നെയും പട്ടാളക്കാരാണ്, അകത്ത് കാവൽ നിൽക്കുകയാണ്, ചങ്ങലയുമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ഇതെല്ലാം ഒരു സ്വപ്നം പോലെ ആർക്ക് തോന്നിയത്? പത്രോസിന് തോന്നിയത്. കാരണം പത്രോസിനെ ദൂരം കൊണ്ടുപോകുമ്പോൾ ഓരോന്നോരോന്ന് തുറക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ഏതെല്ലാം വാതിലുകളാണ് നിങ്ങൾക്കെതിരായി അടഞ്ഞു കിടക്കുന്നത്? ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ച് നിങ്ങൾക്ക് വേണ്ടിയ വഴികളെന്ന് തുറക്കും. അതിനെ തുറക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്വന്തം ചെയ്താത്ത ദൈവമക്കളെ, വിഎസ്സിയുടെ കാര്യത്തിലാണെങ്കിലും, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, നിന്റെ ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും, അവരിവിടെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും, മുൻപിൽ നിൽക്കുന്ന താമര കഥകളെ തുറക്കുവാൻ കഴിവുള്ളത് ദൈവം നമ്മുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കാരും പഠിച്ച ദൈവത്തെ ആരാധിക്കണം. വെറും കേവലം മനുഷ്യനിൽ ആശ്രയിക്കരുത്, മനുഷ്യന്റെ നന്മയിലും ആശ്രയിക്കരുത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുത്തിന്റെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കരുത്, ഒരുത്തരിലും ആശ്രയിക്കരുത്. ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് ജീവനുള്ള ദൈവത്തെ ബഹുമാനിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ സന്തതി അപ്പം വിലക്കുകയില്ല. കരമടിച്ച ദൈവത്തെ ആരാധിച്ചാട്ടെ, ദൈവത്തെ ആരാധിച്ചാട്ടെ. അവർ നിനക്ക് വേണ്ടി വഴികൾ തുടരും, അവർ പ്രവർത്തിക്കും. ഇതൊക്കെ 38 വർഷത്തെ അനുഭവമാണ്. കർത്താവിനെ ആര് മാനിക്കുന്നുണ്ടോ? ഈ കർത്താവിന്റെ മനത്തിൽ എവിടെയും ഈ സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെ ധർമ്മക്കാരുണ്ട്. ഇവിടെ ജനിച്ചവര്, അമേരിക്കയിൽ ധർമ്മക്കാരുണ്ട്, അവിടെ ജനിച്ചവര്, സായിപ്പന്മാര്. ഏതെല്ലാം സമ്പൽ സമൃദ്ധിയുള്ള നാട്ടിലും ഒന്നും കരിഞ്ഞു പറ്റാതെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ യേശു കർത്താവിനെ മാനിച്ച് അവന്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരൊറ്റ വ്യക്തി പോലും അവരുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അപ്പമരക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. അവരെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്, അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. സ്വന്തം പോലെ ദൈവത്തെ ആരാധിച്ചുണ്ട്. കർത്താവിനെ മാനിച്ചു കഴിയുമ്പോൾ, കർത്താവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ അവൻ അർഹമായി ലഭിക്കേണ്ട നന്മകൾ ഇരുതിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെ, സ്വന്തം ചെയ്താട്ടെ, ഒരു ശക്തിക്ക് പിടിച്ചു വെക്കുവാൻ കഴിയാതെയാകും. സ്വന്തം ദൈവത്തെ ആരാധിച്ചാട്ടെ, ഒരു അന്ധകാലത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെയാകും. അതിന്റെ കരങ്ങളിലുണ്ട്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരാശ്വാസത്തിന് മഴയായിട്ട് ഇത് പെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ സത്യത്തിൽ പ്രസംഗിക്കുവാനായിട്ട് ഇവിടെ വന്ന വിഷയം എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായമാണ് ഞാൻ ഒരുക്കിക്കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ ദൂത് മാറി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ദൂത് ഏറ്റെടുത്ത് നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കും, ചില ഇരുമ്പോടാമ്പലുകളെ കർത്താവ് കടിക്കും, ചില ഇരുട്ടിലെ നിശ്ചയങ്ങൾ കർത്താവ് നിന്റെ മുൻപിൽ കൊണ്ടുവരും. ഇനി ഈ വേദഭാഗം മനസ്സിലാക്കാനുള്ള ചരിത്ര പശ്ചാത്തലം നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് ഈ വാക്യങ്ങളുടെ ആത്മം നമുക്ക് മനസ്സിലാക്കും. കോരസ് എന്ന് പറയുന്ന സൈറസ്, മഹാനായ സൈറസ് എന്ന് പറയുന്ന ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഉള്ള രാജ്യങ്ങളെ ഭരിച്ച ഒരു മഹാനാണ് സൈറസ്. ചരിത്രത്തിൽ പഠിക്കുന്ന സൈറസ്, അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കോരസ്. 200-ലധികം രാജ്യങ്ങൾ, ബൈബിളിന്റെ കണക്കനുസരിച്ച് 207ഓളം രാജ്യങ്ങൾ ഈ സൈറസിന്റെ കീഴിലാണ്. ഇതൊരു ഭരണകർത്താവില്ല. ഈ മഹാനായ സൈറസിന്റെ കാലത്താണ് ദേവാലയം പണിയാനൊക്കെ കൽപ്പന കൊടുത്തത്. ഇന്നേക്ക് 2500 വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണ്. ആ ചരിത്രം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ബൈബിള് നമുക്ക് ഈ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ.
അതിന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആ ചരിത്രം പറയുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയും ചെയ്യാം. ഇസ്രായേൽ മക്കൾ ദൈവം അനുഗ്രഹിക്കുകയും ഉയർത്തുകയും മാനിക്കുകയും ചെയ്ത് അവരങ്ങനെ ഇസ്രായേലിൽ കഴിയുന്ന കാലം നീണ്ട 400 വർഷം അടിമകളായിട്ട് ജീവിതത്തിൽ ഒരു മാർഗവുമില്ലാതെ, ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ലാതെ, ജീവിതത്തിൽ ഒരു നന്മയുമില്ലാതെ കൂലികളായി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവരെ സ്വർഗത്തിലെ ദൈവം ഉയർത്തി അവർക്കൊരു രാജ്യം തന്നെ കൊടുത്തു, അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു. അങ്ങനെ ദൈവം അവരെ ശക്തന്മാരാക്കി മാറ്റി. ശൗൽ, ദാവീദ്, സോളമൻ തുടങ്ങിയ ശക്തന്മാരായ ഭരണകർത്താക്കളെ ദൈവമായ കർത്താവ് കൊടുത്തു. അങ്ങനെ അവരെല്ലാ നിലകളിലും അഭിമാനമുള്ളവരായി മാറി. സാമ്പത്തിക മേഖലകളില്, വിദ്യാഭ്യാസ മേഖലകളില്, രാഷ്ട്രീയ മേഖലകളില്, അതുപോലെ തന്നെ രാജ്യം എന്നുള്ള നിലയിൽ എല്ലാം ഉയർന്ന പൗരന്മാരായി അവർ തീർന്നു. പക്ഷേ അങ്ങനെ ഉയർന്നു കഴിഞ്ഞപ്പോൾ, വലിയവരായി കഴിഞ്ഞപ്പോൾ അവര് അഹങ്കരിച്ചുപോയി. ശലോമോൻ തന്നെ വിഗ്രഹാരാധനയിലേക്ക് വഴിതെറ്റിപ്പോയി. പിന്നീട് ശലോമോന്റെ മകന്റെ കാലത്ത് ഈ രാജ്യം അന്ന് വിഭജിക്കപ്പെട്ടു. പാപമായിരുന്നു അതിന് കാരണം, ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു കാരണം. 10 ഗോത്രങ്ങളടങ്ങിയ ഒരു സമൂഹം ഇസ്രായേൽ എന്ന പേരിൽ പുതിയൊരു രാജ്യമുണ്ടാക്കി അത് ഭരണം തുടങ്ങി. പിന്നെ ബെന്യാമിനും യഹൂദയും കൂടി 2 ഗോത്രങ്ങൾ ചേർന്ന് വേറെ രാജ്യമുണ്ടാക്കി. അതിന് യഹൂദ രാഷ്ട്രം എന്ന് പറയും. യഹൂദ രാഷ്ട്രത്തിന്റെ തലസ്ഥാനം ജെറുസലേമിലും ഇസ്രായേലിന്റെ തലസ്ഥാനം ശമരിയയിലും പിന്നെ മറ്റു പല ഭാഗത്തേക്കും മാറി മാറിക്കൊണ്ടേയിരുന്നു. ഈ 2 രാജ്യങ്ങളും എപ്പോഴും യുദ്ധമുണ്ടായിരിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, അതിന്റെ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ അതിന്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആയിരങ്ങൾ കൊല്ലുന്നു, ലക്ഷങ്ങൾ ചാകുന്നു, തമ്മിൽ പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്ന ചരിത്രങ്ങളാണ്. അപ്പൊ ഇവര് ഇങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടും ഇവര് പാഠങ്ങൾ അതിന്ന് പഠിച്ചില്ല. ഈ ന്യായവിധിയിൽ നിന്ന് അവർ പാഠങ്ങൾ പഠിച്ചില്ല. ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇസ്രായേലിന്റെ കഥ പറയുമ്പോൾ തന്നെ നമ്മളെ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞതിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലൂടെ നമ്മളെ പഠിക്കാൻ വേണ്ടി, നമ്മുടെ ചരിത്രം ഓർക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതിന് വേണ്ടിയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ യൂതിൽ മാത്രം പോയാൽ മനസ്സിലായി. ആ കാലങ്ങളിൽ അശൂരിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലെ നിനവയിലെ ഒരു രാജ്യം വലുതായി. അശൂർ സാമ്രാജ്യം. അശൂർ സാമ്രാജ്യം വലിയ പ്രതാപശാലികളായിട്ടുണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു. ഈ അശൂർ സാമ്രാജ്യം ഈ 10 രാജ്യങ്ങളെ കീഴടക്കി. 10 രാജ്യങ്ങളെ കീഴടക്കിയിട്ട് എന്താ നീ പറയാമോ? ഇവരെല്ലാം ചിതറിച്ചുള്ള അങ്ങനെ ചില ആൾക്കാരെ നമ്മുടെ മണിപ്പൂരിൽ വന്നു. മണിപ്പൂരില് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയില് വന്നു. അവർ ചിലരൊക്കെ DNA ടെസ്റ്റ് ചെയ്തിട്ട് ഇസ്രായേലിലേക്ക് പോയി കാണാനാണ് സാധ്യത. ഈ അടുത്ത കാലത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് അങ്ങനെ സ്വന്തമായി വീടുണ്ടായിരുന്നവര്, സ്വന്തമായി രാജ്യമുണ്ടായിരുന്നവര്, സ്വന്തമായിട്ട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നവര് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുക, ചിതറിച്ചു കളഞ്ഞവരെ. സർവശക്തനായ ദൈവത്തിന്റെ വഴികൾ വിട്ടുപോയാൽ എത്ര മിടുക്കലാണെങ്കിലും അവന് ഇന്നുള്ള പണം, ആരോഗ്യം, ജോലി, കുടുംബം എല്ലാം സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടുന്ന പദ്ധതികൾ ലോകം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ വളരെ ഭയപ്പെട്ടു വേണം ജീവിക്കാൻ. കാരണം നമ്മൾ വലിയ മിടുക്കന്മാരൊന്നും അല്ല. ഒരു പനിക്ക് നമുക്ക് നിൽക്കാനുള്ള കഴിവില്ല. ഒരു പനി അടിച്ചാൽ പിന്നെ പൊങ്ങുകയില്ല. ഒരു ദിവസം ദൈവം നമ്മളെ നടത്തിയാൽ നടന്നു. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചു. ഈ കർത്താവിനെ ആശ്രയിച്ചല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒരു കരുത്തുമില്ല. അങ്ങനെ അവർ ചിതറിപ്പോയി. പിന്നെ 2 ഗോത്രങ്ങളടങ്ങി യഹൂദ രാഷ്ട്രം കുറെ കൂടെ നിന്നു. ദൈവം അത്ഭുതകരമായി വിടിവിച്ച് ദൈവം ഉയർത്തിയ ജനം ആ ദൈവത്തെ ഭയപ്പെടാതെ, ആ ദൈവത്തിന്റെ ദൂത് കേൾക്കാതെ
ദൈവം ഉയർത്തിയപ്പോൾ അഹങ്കരിച്ചപ്പോൾ സംഭവിച്ച ആ വേദനാജനകമായ ചരിത്രം പറയുവാൻ പോലും എനിക്ക് ഭയമാകുന്നു. ദൈവത്തെ ഭയങ്കരമായിട്ട് ഞാൻ നിങ്ങളും ദൈവം നമ്മളെ ഉയർത്തുന്തോറും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്തോറും, ദൈവം നമുക്ക് നന്മ തരുന്തോറും കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴുവാനും വിനയപ്പെടുവാനും, ദൈവമേ നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ഭാര്യ ജീവിക്കുന്നത്, എന്റെ കുഞ്ഞ് ജീവിക്കുന്നത്, ഞാൻ നടക്കുന്നത്, ഒരു ചിന്ത നമ്മുടെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ 10-38 വർഷം ഈ കർത്താവിന്റെ വേദാത്മകത്തായിരുന്നതുകൊണ്ട് എത്രയോ ആൾക്കാരുടെ അനുഭവങ്ങളെ, എത്രയോ ആൾക്കാരെ കാണുവാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ ഭയത്തോട് പറയുന്ന ദൂതുകൾ അതുപോലെ നിങ്ങൾ ഒരു കുട്ടി സ്വീകരിക്കുന്ന പോലെ എന്നെ സ്വീകരിച്ച് വിനയപ്പെട്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ 20 വർഷമായപ്പോൾ ജനം കരയാൻ തുടങ്ങി, ദാനിയേൽ ഘോഷിക്കാൻ തുടങ്ങി, യിരെമ്യാവ് കരയുന്നുണ്ട്, പ്രവാചകന്മാർ കരയുന്നുണ്ട്, ഹഗ്ഗായി ഉണ്ട്, സക്കറിയാവുണ്ട്, ജോഷുവ, സെരുബാബേലുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ കരയാനും ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ കരുണാസമ്പന്നനായ ദൈവം ഇവരോട് കരുണ കാണിച്ചു. എപ്പോഴും ഓർത്തു പറയണം, വിനയപ്പെടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമല്ല. സ്വന്തം ചെയ്താട്ടെ, ദൈവം ഒരിക്കലും ക്രൂരനായ ദൈവമല്ല. തെറ്റിപ്പോയി കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരമടിച്ച ദൈവത്തെ ആരാധിക്കാറുണ്ട്. അതെല്ലാവരും തെറ്റിയേക്ക് പോയി, അതെല്ലാവരും അതിനേക്ക് പോയി, ഇതിനേക്ക് പോയി, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എന്റെ കുഞ്ഞിന്റെ ദൈവത്തിന് ന്യായവിരോധാകരിപ്പാൻ ദൈവമേ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഒരാൾ കരയുമ്പോൾ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ക്രൂരമല്ല നമ്മുടെ ദൈവം. അങ്ങനെ അവർ കരയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു ദൂതാണ് നമ്മളിവിടെ വായിച്ചത്. ആ ദൂത് എന്താണെന്ന് പറയാം, ഞാൻ കോരസ് എന്ന് പറയുന്ന ഒരു എഴുതി. ഈ കോരസ് എന്ന് പറയുന്ന ആള് അപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ആ ദൂത് ഇവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഹയർ ക്രിറ്റിസിസം ഒക്കെ തിയോളജി പഠിക്കുന്നവര് 2 എസ്ഐമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ 40 വരെയുള്ള അല്ലെങ്കിൽ 43 വരെയുള്ള അധ്യായങ്ങൾ പരസ്യം എഴുതി, പിന്നെ 44 മുതൽ 45 വരെയുള്ള വേറെ രഹസ്യം എഴുതി. കാരണം ഈ എസ്ഇആറിന് ശേഷമാണ് കോരസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പൊ കോരസിനെ കുറിച്ച് അല്ലെങ്കിൽ മഹാനായ സൈറസിനെ കുറിച്ച് ഇത്രയും പറയണമെങ്കിൽ ഇത് ആദ്യത്തെ എസ്ഇആർ ആയിരിക്കില്ല എന്നാണ് ഈ തിയോളജിയിലെ ഹയർ ക്രിറ്റിസിസത്തിലേക്കൊക്കെ പോകുന്നവർ നാം പഠിക്കുന്നത്. അങ്ങനെ ഈ തിയോളജിയിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒക്കെ പഠിക്കുന്നവര് ഇതിനേക്കാൾ വലിയ ആനമണ്ടത്തരങ്ങൾ പണ്ടും പറയാറുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് മാറ്റിവെക്കാം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. കരമുഖ്യത്തെ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അപ്പം ആ ഒരു യെശയ്യാവ് മാത്രമേ. ആ യെശയ്യാവ് പറയാണ്, കോരസ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ എഴുന്നേൽപ്പിക്കും, അയാൾക്ക് വേണ്ടി താമ്രക്കല്ലുകളെ തുറക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും. ഇനി ഈ 70 വർഷത്തെ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലത്തിനായിട്ട് ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറെ കൂടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. അന്ന് ഇറാഖിന്റെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ ബാബിലോണിലാണ്. ബാഗ്ദാദിൽ നിന്ന് 98 കിലോമീറ്റർ മാറിയാണ് ബാബിലോൺ സ്ഥിതി ചെയ്യുന്നത്. ബാബിലോണിന്റെ കുറെ ഭാഗങ്ങൾ ഇന്നുമുണ്ട്, അതിന്റെ അവശേഷങ്ങളെല്ലാം ഇന്നുമുണ്ട്. അവിടെ ബാബിലോണില് യൂഫ്രട്ടീസ് നദി നമുക്കറിയാം, അവിടെ ഒഴുകുന്നുണ്ട്. ടൈഗ്രീസ് നദി അവിടെ ഒഴുകുന്നുണ്ട്. ബാബിലോണിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഇറാഖിലൂടെ ഒഴുകുന്ന 2 നദികള്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഈ നദികൾ ഏദൻ തോട്ടത്തിലൂടെ ഒഴുകിയ നദികളായിട്ട് നമുക്കറിയുവാനായിട്ട് കഴിയും. 2 നദികൾ ഈ ബാബിലോണിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ നദിക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 മൈൽ ചുറ്റളവില് ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു, അവരുടെ പട്ടണം. 60 മൈൽ ചുറ്റളവ്. ചരിത്രകാരന്മാർ പറയുന്ന 100 അടിയൊക്കെ ഉയരത്തില് 87 അടി ഘനത്തില് ചുടീഷ്ടി കൊണ്ട് പണിതുയർത്തിയ വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. ആ മതിലിന്റെ മുകളിലൊക്കെ കാവഗോപുരങ്ങൾ, കാവൽക്കാര് അമ്പും വില്ലുമായിട്ട്. എന്നിട്ട് അതിനകത്ത് വേറൊരു മതില്. ആ മതിലുകളുടെ എല്ലാ വാതിലുകൾ താമ്രങ്ങൾ കൊണ്ടായിരുന്നു. അതെല്ലാം ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ വലിയ മതിലിന് ചുറ്റും ഒരു കിടങ്ങുണ്ടാക്കി. ഏകദേശം ഇതിനേക്കാൾ വീതിയുള്ളൊരു കിടങ്ങ്.
ആ കിടങ്ങ് ഈ നദിയിലെ വെള്ളം കൊണ്ടുവന്ന് ഒഴുക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഈ 87 അടി കനമുള്ള 100 അടി ഉയരമുള്ള മതിലിൽ തൊടണമെങ്കിൽ ഈ നദി നീന്തിക്കിടക്കണം. നദിയുടെ പാലം എന്ന് പറയുന്നത് ഒരു തൂക്കുപാലം പോലെ ഒരു ടൈപ്പ് ചുരുട്ടി വെക്കാവുന്ന പാലമാണ്. സന്ധ്യയാകുമ്പോൾ ഈ 100 അടി ഉയരത്തിലേക്ക് ആ പാലം ചുരുണ്ടുപോകും. രാവിലെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ അത് യൂസ് ചെയ്യുമ്പോൾ ആ പാലം നിവർന്ന് ഈ കിടങ്ങിന് മുകളിലൂടെ വരും. ജനങ്ങൾക്ക് അകത്തേക്ക് വരാം. ഇതിനകത്ത് ഹാങ്ങിങ് ഗാർഡ്, തൂക്കുവരം. അതിനകത്ത് മർദൂക്ക് ദേവന്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ കല്ലറയില് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ 5000-ത്തിലധികം ഉപകരണങ്ങൾ. അതാണ് നിക്ഷേപം. നെബൂഖദ്നേസർ കൊണ്ടുപോയി മർദൂക്ക് ദേവന്റെ ക്ഷേത്രത്തിന്റെ കീഴിൽ സ്വർണം തുടങ്ങി വെള്ളി തുടങ്ങി ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ 5000-ത്തിലധികം ഉപകരണങ്ങൾ ഈ ഇരുട്ടിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പട്ടണത്തിനകത്തൂടെ നദി, നമ്മൾ വായിച്ചല്ലോ, നദി വച്ചിച്ചു കളയുന്ന ചുറ്റും നദി, ദുർഘടം, ഇരുമ്പ് ഒടാമ്പൽ, താമ്ര കഥകൾ, ഇരുട്ടിലെ നിക്ഷേപം, ഇതൊക്കെ അക്ഷരീകമായ ദൂതുകളാണ്. കോരസ് എന്ന ഒരുവിന് വേണ്ടി ഞാനിത് കൊടുക്കാമെന്നാ പറഞ്ഞത്. ഇനി ഞാൻ വേഗം പറയാം, സമയം മുന്നോട്ട് പോവുകയാണ്. ഇറാനില് ഒരു പൈതൽ ജനിച്ചു. അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെ, അതിലൊന്നും ബൈബിൾ വിശ്വസിക്കുന്നവരൊന്നും ആയിരുന്നില്ല. ഈ കോരസും ബൈബിൾ വിശ്വാസിയൊന്നും ആയിരുന്നില്ല, യഹോവയുടെ ആരാധകനും ആയിരുന്നില്ല. പാഴ്സി മതവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ചെറുപ്പക്കാരി പൈതലിന് അവർ കോരസ് അല്ലെങ്കിൽ സൈറസ് എന്ന് പേര്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത്, നീ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ പറഞ്ഞെ ഓമനപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മൾ തിരിക്കുന്നതിന് മുൻപേ നമ്മളെ പേർച്ചൊല്ലി വിളിച്ച് നാം ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നാം വെറുതെ വന്നവരല്ല, സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് വന്നതാണ്. വെറുതെ കയറി വന്നവരല്ല, ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് വന്നതാണ്. ഒരു മനുഷ്യനല്ല നമ്മളെ വിളിച്ചത്, ഒരു പാസ്റ്ററല്ല നമ്മളെ വിളിച്ചത്, ദൈവമാണ് നമ്മളെ വിളിച്ചത്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് എന്റെ ദൈവമാണ്. അങ്ങനെ ഈ കോരസ് വളർന്നപ്പോൾ മുതൽ അവനൊരു ആഗ്രഹം, ഈ ഇറാഖിനെ ഒന്ന് പരാജയപ്പെടുത്തണം, ഈ ബാബിലിനെ ഒന്ന് പരാജയപ്പെടുത്തണം. പക്ഷെ നിങ്ങൾ ഓർക്കുക, മിസൈലുകളില്ല, തോക്കുകളില്ല, ഇന്നത്തെ യുദ്ധ സാമഗ്രികളൊന്നുമില്ല, ഇന്നത്തെ ബയോളജിക്കൽ വെപ്പൺസ് ഇല്ല, ഇന്നത്തെ ആറ്റം ബോംബുകളില്ല, ഒന്നുമില്ല. കാലാൾപ്പടകള്, അമ്പ്, വില്ല്, ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ മറക്കരുത്. ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ മറക്കരുത്. ഈ കോളേജ് എന്ത് കുഞ്ഞുങ്ങള് കരയണ്ട, കുഞ്ഞുങ്ങളെ കരയുന്ന മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്കറിയാം. കുഞ്ഞ് കരഞ്ഞില്ലേ ലഭ്യം ജനിക്കുമ്പോഴും കരയത്തിലും പ്രശ്നമല്ലേ. അതുകൊണ്ട് കുഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ അങ്ങ് കരയാൻ അനുവദിക്കുക. അതിന്റെ വായൊക്കെ പൊത്തുമ്പോഴാണ് പിന്നെ അങ്ങ് കരയുന്നത്. ഇപ്പം തന്നെ കണ്ടോ, ശബ്ദം കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറയാം. അതിവിടെ ഒന്നും തുടങ്ങി. ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അവരെ കരയും. നമ്മളൊക്കെ എന്ന് മാത്രം കരഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ കരയുകയാണെങ്കിൽ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയി തള്ളയ്ക്കും പിള്ളയ്ക്കും ഒരുപോലെ ആകും. അപ്പൊ അത്രയും കൂടെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ അതുകൂടെ വിജയിക്കും. അത് പരിജ്ഞാനമാണ്. ഒന്ന് സ്വന്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കട്ടെ. പഠിച്ച ദൈവത്തെ ആരാധിക്കട്ടെ. അപ്പോൾ ഈ കോരസ് വളർന്നപ്പം മുതൽ അവന്റെ ഉള്ളിൽ പറയാണ്, ഞാൻ എന്റെ കൊടിയോടെ കൊണ്ടുപോയി നാട്ടും, ഞാൻ ഈ മതിച്ചാടി കടക്കും. ഇപ്പോൾ ആൾക്കാരെല്ലാം അവസ്ഥ എല്ലു പോകുന്ന പണിയാ. നീ വല്ല പണ്ടത്തരം പറയണ്ട. ഇത് 2 മതിലാ, 100 അടി ഉയരമാണ്, പട്ടാളക്കാരവിടെ നിൽക്കുക, നീ എവിടെ പോകുന്ന മിണ്ടാൻ മര്യാദ. പക്ഷെ അവനിത് പറഞ്ഞുകൊണ്ടാണ് എത്താ. ഞാൻ ഒരു കാര്യം പറയാം, അഭിഷേകമുള്ളവൻ ചിലതൊക്കെ പറയും, അതെല്ലാവർക്കും മനസ്സിലായി. സ്വത്രം അത് പറയുന്ന നടക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ളവന്, ദൈവിക വാഗ്ദത്തമുള്ളവന് അവൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കും, അത് നടന്നിരിക്കും. അവന്റെ മുന്നിൽ ഒരു മതിലും തടസ്സമായി നിൽക്കുകയില്ല, ഒരു ദുർഘടവും തടസ്സമായി നിൽക്കില്ലെന്ന് അവനറിയാം. ഞാൻ എന്റെ ദൈവത്താൽ മതിച്ചാടി കിടക്കും.
ഇനി വേറെ കാര്യം പറയാം. BC 539 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ബാബിലോണിൽ ബെൽസസർ ഭരിക്കുന്നു. അയാളുടെ അപ്പനായ നെബോഡൻസ് ആയിരുന്ന ചക്രവർത്തി അയാൾ ഈജിപ്തിൽ ഒരു സന്ദർശനത്തിനായിരിക്കുന്നു. കോരസ് കുറെ സൈന്യത്തെ എല്ലാം സംഘടിപ്പിച്ചു. ബെൽസസർ അവനൊരു പൊങ്ങനായ ചെറുപ്പക്കാരനാണ്. അപ്പൻ പോയ സമയത്ത്, അപ്പനാണ് അവർക്ക് രാജാവ്, ഇതിനെ ഞാൻ പട്ടണത്തിലാക്കിയിരിക്കുന്നുള്ളൂ. അപ്പൻ പോയ സമയത്ത് ഇവൻ പിള്ളേരെല്ലാം കൂടെ കൂട്ടി ഒരു വിരുന്നങ്ങ് നടത്തി. അപ്പം കോരസിന്റെ സ്പൈ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. യുദ്ധത്തിലൊന്നും ഇവരെ പിടിക്കാൻ നോക്കിയല്ല, അതുകൊണ്ട് ഒരു അവസരം നോക്കിയിരുന്നു. ബെൽസസറാണ് ഇപ്പോൾ ബാബിലോണിലെന്നും അവൻ വെറും ഒരു പൊങ്ങനാണെന്നും അവൻ അവനെ തന്നെ കാണിക്കാൻ പല പണി കാണിക്കുമെന്നും ആ സമയം ഇതിനെ പിടിച്ചെടുക്കാൻ ഒക്കുമെന്നും കോരസ് കണക്കാക്കി. കോരസ് തന്റെ പട്ടാളത്തെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു, ഈ യൂഫ്രട്ടീസ് നദിക്ക് കുറച്ചങ്ങ് അകലെ മാറി പ്രത്യേകമായിട്ടുള്ള തോടുകൾ ഉണ്ടാക്കി യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം മാറ്റിവിടണം. മാറ്റിവിടുമ്പോൾ ഇവിടെ വെള്ളം കുറയും. വെള്ളം കുറയുമ്പോൾ അതിലൂടെ നടന്നകത്ത് കയറാം. താമരക്കഥയ്ക്ക് അങ്ങനെ ഇരിക്കുകയുള്ളൂ, വെള്ളത്തെ മുക്കിയല്ലേ ഇരിക്കുന്നത്, അതിരിക്കുകയുള്ളൂ. വെള്ളം താന്നു കഴിയുമ്പോൾ അതിനകത്തൂടെ കയറാം. അങ്ങനെ ഒരു കൂട്ടം. ഈ സമയത്ത് ബാബിലോണിൽ ഭയങ്കര നൃത്തം നടക്കുകയാണ്, മദ്യം വിളമ്പുകയാണ്, ഭക്ഷണം വലിയ വിരുന്ന്, എല്ലാവരും കുടിച്ച് പൂസായി ഇങ്ങനെ ആടുകയാണ്. ഇവൻ ദൈവാലയത്തെ നശിപ്പിച്ചു, ദൈവമക്കളെ പീഡിപ്പിച്ചു, കഷ്ടപ്പെടുത്തി. അതവരുടെ പാപം കൊണ്ടാണ്, അതുകൊണ്ടാണ് ദൈവം ഉയർത്തിയത്. അവനിപ്പോൾ വേറൊരു പാപത്തിലാണ്. അവൻ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ദേവാലയത്തിൽ നിന്ന് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു കുടിക്കാനായിട്ട്. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലങ്ങളിലെ രാജാക്കന്മാര് അവർ പിടിച്ചെടുക്കുന്ന രാജ്യത്തിലെ ദൈവങ്ങളെയും തങ്ങൾ കീഴടക്കിയെന്ന് കാണിക്കുന്നതിന് അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുവന്ന് അപമാനിക്കും. യഹോവയുടെ ആലയത്തിൽ അങ്ങനെ വിഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു, പാത്രമേ ഉള്ളൂ. ആ പാത്രത്തിൽ കള്ളു കുടിക്കുമ്പോൾ അതിന്റെ അർത്ഥം യഹോവ കീഴടക്കി കാണിക്കാനാണ്. അങ്ങനെ യഹോവയുടെ ആലയത്തിലെ പാത്രങ്ങളിൽ തൊട്ട് മധൂക്ക് ദേവന്റെ ക്ഷേത്രത്തിന്റെ കീഴിൽ വെച്ചിരുന്ന പാത്രങ്ങൾ, അവന് വേറെ പാത്രമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തെ കളിയാക്കാനായിട്ട് ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ അവൻ കൈതൊട്ടപ്പോൾ ഒരു കൈപ്പത്തി വന്നു. എന്തായിരുന്നു എന്നറിയോ? മെനെ മെനെ തെക്കേ ഉഫാർസി. അവന്റെ ആപ്പ് തെറിച്ചു, പാടി. അന്ന് രാത്രിയിൽ കോരസിന്റെ സൈന്യം കയറി ബെൽസസറിനെ കൊന്നു, ഇറാന്റെ കൊടി അവിടെ ഉയർത്തി. ഇതിൽ നിന്നൊരു ദൂത് ഞാൻ പറയാം. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരെങ്കിലും തൊട്ടാൽ അവന്റെ അടിസ്ഥാനം ഇളക്കുന്നവനാണ് നമ്മുടെ ദൈവം. രാജാവാണെങ്കിൽ പോലും സ്വന്തം ചെയ്താണ്ട് അവൻ ചക്രവർത്തിയാണെങ്കിലും ദൈവിക കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തൊട്ടാൽ അവന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കിക്കളയും. പിന്നെ ആർക്കും അതിനെ പണിയുവാനായി കഴിയില്ല. സ്വന്തം ചെയ്താട്ടെ, ശക്തമായി സ്വന്തം ചെയ്താട്ടെ, ശക്തമായി സ്വന്തം ചെയ്താട്ടെ. ഏറ്റവും വലിയ മടയൻ ദൈവിക കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ബുദ്ധിമാൻ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുക. കാരണം അതിന്റെ അടി സ്വർഗത്തിൽ നിന്ന് വന്ന ഈ പ്രധാനമന്ത്രിയോട് കളിച്ചാലും പ്രസിഡന്റിനോട് കളിച്ചാലും രാജാവിനോട് കളിച്ചാലും വലിയ അംബാനിയോട് കളിച്ചാലും ഏത് ലുലുവിനോട് കളിച്ചാലും മിടുക്കനാണെങ്കിൽ രക്ഷപ്പെടാം. പക്ഷെ ദൈവിക കാര്യങ്ങളിൽ കളിച്ച് ഒരുത്തനും ഈ ഭൂമി രക്ഷപ്പെട്ടിട്ടില്ല. ഇത് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായത്. ഈ കൃപയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോയാലും അത് സ്വന്തം ചെയ്താൽ. ഇത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നൊരു കാര്യമാണ്. മക്കളെ, ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും സഭയുടെ കാര്യം ദൈവിക കാര്യങ്ങൾ ആവശ്യമില്ല ഇട്ടേക്കരുത്. ആരുടെ കണ്ണുനീര് വീണേക്കരുത്. മാറിപ്പോക്കണം. മാറി ഒറ്റയ്ക്ക് വരുന്ന കാര്യം
ഇത് വലിയ മർമ്മമാണ്. ആ രാത്രിയിൽ ഒരു സാമ്രാജ്യം നഷ്ടപ്പെട്ടു. ഈ കോരശ് രാജാവായ ഉടനെ ചെയ്തെന്താണെന്നറിയാമോ? മർദൂക്ക് ദേവന്റെ ക്ഷേത്രത്തിൽ നിന്ന് ബാബിലോണിലെ നെബൂഖദ്നേസർ കത്തിച്ചു കളഞ്ഞ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന 5000-ലധികം ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ എസ്രയുടെയും നെഹമ്യാവിന്റെയും ഒക്കെ ചരിത്രത്തിലൂടെ, സെരുബ്ബാബേലിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം കോരശിനെ അനുഗ്രഹിച്ചു. ഒരു വിജാതിയായ മനുഷ്യന് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, വലിയ മതിൽക്കെട്ടുണ്ടായിരുന്നിട്ടും ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, ഓടാമ്പലുകൾ ഉണ്ടായിരുന്നിട്ടും ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, പട്ടാളക്കാരുണ്ടായിരുന്നിട്ടും ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, ഒരു വിജാതിയനായ കോരശിന് വേണ്ടി ദൈവം അത്രയും ചെയ്തെങ്കിൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവവൈദ്യരെ നിനക്ക് എത്രമാത്രം. സ്വന്തം ദൈവത്തെ ആരാധിച്ചോട്ടെ, കരമടിച്ച ദൈവത്തെ ആരാധിച്ചോട്ടെ. ഒരു വിജാതിയനായ ഭരണകർത്താവിന് വേണ്ടി ജീവിതത്തിലെ ദുർഘടങ്ങൾ, ഇതൊരു അക്ഷരീയ സംഭവമാണ്. നമ്മളിവിടെ വായിച്ച അക്ഷരീയമായിട്ടുള്ള ബൈബിൾ എത്ര മനോഹരമായ പുസ്തകമാണ്. ഇത് നിങ്ങളെ മാറോടണച്ചുകൊണ്ട് നടക്കണം. ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹിസ്റ്ററി, ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സയൻസ്, ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൂതുകൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തിരുവചനം പഠിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം ഓടിപ്പോയി ദൈവദിനം പഠിച്ചുകൊണ്ടേണം. ഇത് അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ദൂതിന്റെ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? യഹോവ ഭക്തനല്ല. യഹോവ പറയുന്നത് ഇവനെന്റെ ഇടയൻ, ഇവനെന്റെ അഭിഷക്തൻ എന്നൊക്കെ പറയുമ്പോൾ കോരശ് യഹോഭക്തനാണെന്നൊന്നും ആരും ധരിക്കരുത്. അയാൾ യഹോഭക്തനൊന്നും ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ നെബൂഖദ്നേസറിനെ ദൈവം എന്റെ ഇത് ചെയ്യുന്ന ദാസൻ എന്ന് പറയുന്നത് എന്തോ പുള്ളി ചെയ്തത്? ദേവാലയം കത്തിക്കാൻ, ഇവരെ പീഡിപ്പിക്കാൻ. അത് ദൈവത്തിന് വേണ്ടി അവൻ ചെയ്യുകയായിരുന്നു. അവർ ഇപ്പോൾ അവർ കരഞ്ഞപ്പോൾ അവരെ അനുഗ്രഹിക്കാനും ദൈവം വേറൊരു ഭരണകർത്താവിനെ നിയമിച്ചു. ഇവരുടെയൊക്കെ ഒരു ചെറിയ ദൂത് പറയാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിലുള്ളവരും ഭരണതലത്തിൽ വന്നാൽ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുന്നൊന്നും ആരും ധരിക്കരുത്. നമ്മൾ വിശ്വസ്തമായി ജീവിച്ചാൽ ഭരണകർത്താക്കളെ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കി മാറ്റി. സ്വന്തം ചെയ്താട്ടെ, സ്വന്തം ചെയ്താട്ടെ. ജ്ഞാനം എന്നുള്ള ഭക്തിയോട് ജീവിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ആൾക്കാരെ ഒരുക്കും. ദൈവ വഴി വിട്ടുപോയാൽ കാണുന്ന ഞാനിതെല്ലാം കയറി കഴിയും. ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അമ്മ വഴിയെ നടന്നുപോയ കാര്യം കയറി കൊണ്ടും. സ്വർഗത്തിലെ ദൈവം ആണ് കരം പിടിച്ച് നടത്തുന്നെങ്കിൽ നമ്മൾ അത്ഭുതകരമായ നമ്മുടെ ജീവിതത്തിലെ ദുർഘടങ്ങൾ എന്താണ്? അത് രോഗമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കാൻ നോക്കുക. അതെന്തുമായിക്കൊള്ളട്ടെ, അതെന്റെ അപ്പച്ചൻ, എന്റെ കർത്താവ്, ക്രൂശിൽ മരിച്ച എന്റെ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ എന്റെ കർത്താവ്, അതിന്റെ ശരീരത്തിൽ നിന്ന്, അതിന്റെ മനസ്സിൽ നിന്ന്, അതിന്റെ കുടുംബത്തിൽ നിന്ന്, അതിന്റെ ജോലി മേഖലയിൽ നിന്ന് ആ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവിനെ മാനിക്കാൻ നീ തയ്യാറാകുമോ? ഈ കർത്താവിനെ സ്വീകരിക്കാൻ നീ തയ്യാറാകുമോ? ഈ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കാൻ നീ തയ്യാറാകുമോ? ഈ കർത്താവിന്റെ പരിശുദ്ധാത്മാഭിഷേകത്തിനായിട്ട് നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? നിന്റെ ജീവിതത്തിലെ അശുദ്ധികളെല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ ഒന്ന് ക്രമീകരിക്കാനായിട്ട് നീ തയ്യാറാകാമോ? നീ കർത്താവ്